അപ്പോൾ നമ്മൾ നേരെ എത്തിയിട്ടുണ്ടായിരുന്നത് ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ. ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ തന്നെ കണ്ട കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീതിക്കുട്ടി ഇതാ കരഞ്ഞുകൊണ്ടിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ആ കാര്യാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ മാമൻ പറയുന്നുണ്ടായിരുന്നു, ഇത് കേരളാവിലെ പോലെയല്ല കേട്ടോ, ഇവിടെ സാമ്പാറും കാര്യങ്ങളൊക്കെയാണ്, പൊരിയൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ഒരു ഗുലാബ് ജാമും അതുപോലെ വടയൊക്കെ കഴിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാ ഇത് രണ്ടും എപ്പോഴാണ് കഴിക്കാനുള്ളത് എന്നുള്ളൊരു കൺഫ്യൂഷൻ്റെ ഇടയിൽ മാമ പിന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, വട കഴിച്ചതിന് ശേഷമാണ് ഗുലാബ് ജാം കഴിക്കേണ്ടതെന്ന്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മുടെ പണ്ടത്തെ ഓർമ്മകളൊക്കെ അയവിറക്കുകയാണ്. നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതാ മക്കൾ നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നേ. ഇതിനിടയിൽ കളി അടിപ്പിടി ബഹളമായിരുന്നേ. അപ്പോൾ അതാ മാമ എന്താ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ മാമനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രോളായിരുന്നേ. മാമ വണ്ടി വരാൻ പറയട്ടെ, എന്ത് യൂണിഫോം ഇട്ടുകൊണ്ട് ഓരോ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. മാമ പോലീസാണ് കേട്ടോ. അങ്ങനെ ചെറുതായിട്ടൊന്ന് കളിയാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞതിന് ശേഷം ആ ബിനു നല്ല ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഐസ്ക്രീം കുഞ്ഞൊരു പീസ് ഐസ്ക്രീമാണ് കേട്ടോ, വായിലിട്ടിങ്ങനെ നുണഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, കുഞ്ഞു പീസ്. അപ്പോൾ അതാ ഐസ്ക്രീം എടുത്തപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ 2-3 അങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇത് കണ്ടപാടെ എനിക്ക് കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ട് വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ബ്രോസിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, കുഞ്ഞായ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അതിന് വേണ്ടി കുഞ്ഞാവ് പിണങ്ങിയിട്ടും ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ബ്രോസിൻ്റെ വക ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ബിനുവും ദിവേഷും ഗിരീഷും ആകാശമൊക്കെ ചേർന്നിട്ട് ഒരു വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ കുറച്ച്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇതിനിടയിൽ വിട്ടുപോയത് ദിവേഷിനെയാണ്. ദിവേഷ് സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നു, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ മാമന്മാരെ കൂടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനൊക്കെ പുറത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവന് നല്ലതുപോലെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിരുന്നപ്പോഴാണ് അനീതിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അനിമ വന്നതിന് ശേഷം അനിമയ്ക്ക് മെഹന്തിക്ക് ഇടണമായിരുന്നു. അപ്പോൾ സമയമില്ലാത്ത കാരണം നമ്മളിങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പിന്നെ ഇങ്ങനെ വലിച്ചിളക്കിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് എന്താണ് കാണിക്കണമെന്ന് അറിയാൻ വയ്യാതെ ആകാശ് ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിനിടയിലെടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.